ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഈ നട്ടപ്പറവില്ലത്തോട്ട് പോകുന്നത് നമ്മുടെ അമ്പലത്തിലോട്ടാണ്. ഇന്ന് തൃക്കൊടിയേറ്റാണ്. ഇന്നെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് 4ാം ഉത്സവമാണ്. നാളെ തൊട്ട് നമ്മുടെ ദിഗ്വിജയത്തിനോട്ട് നമ്മുടെ അമ്പലത്തിൽ നിന്ന് ദൈവം എഴുന്നള്ളുന്നതാണ്. അപ്പോൾ 2 ദിവസം എഴുന്നള്ളത്തും, 3ാം ദിവസം 2 ദിവസം കഴിഞ്ഞ് അടുത്ത 3ാം ദിവസം പള്ളിവേട്ട, പിന്നെ ആറാട്ട്, പിന്നെ കൊടിയിറങ്ങും. അപ്പോൾ അത്രേ ഉള്ളൂ. ഞങ്ങൾ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും കൊടി കയറുന്നത് കണ്ട ഇറങ്ങുന്നതും കൂടി കാണണമെന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് കാശിയിൽ പോകുന്ന ആ ഒരു ഫലം എന്നാണ് പറയുന്നത്. അപ്പോൾ കൊടി ഇറങ്ങുന്നത് കാണാനെല്ലാം ശ്രമിക്കാറുണ്ട്. ആരും ഇച്ചിരി വലുതായി കഴിഞ്ഞപ്പോൾ തൊട്ടേ ഞങ്ങൾ പോകാനുണ്ടായിരുന്നു. ആരും കുഞ്ഞായപ്പോൾ പോകാറില്ല. ഇപ്പോൾ കുട്ടാസൂടെ കൂടെയും അങ്ങനെ തന്നെ കുട്ടാസം ഉണ്ടായി. ഇപ്പോൾ ഒരു ആറാട്ട് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. ഡിസംബറിൽ ഞങ്ങൾക്ക് മൊത്തം 3 ആറാട്ടാണ്. അപ്പോൾ കൊടി കയറി വിശ്വാസമുണ്ട്. നമ്മുടെ മനസ്സിൽ എന്താഗ്രഹിക്കുന്നോ അതെല്ലാം നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ തൃക്കൊടിയേറ്റ് കാണാനായിട്ട് ഞാൻ പോകാറുള്ളത്. കാരണം എൻ്റെ വിശ്വാസം അനുസരിച്ച് അതെല്ലാം നടക്കാറുമുണ്ട്. അപ്പോൾ ദിഗ്വിജയമല്ല, നമ്മുടെ കൊടി കയറി കഴിഞ്ഞിട്ട് അമ്പലത്തിന് ചുറ്റും നമ്മുടെ പല്ലക്കിൽ വലം വെക്കും ദൈവം, എന്നിട്ട് അകത്ത് കയറും. അപ്പോൾ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ വാഹന പൂജയെല്ലാം ഉണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം കുട്ടാസുവിന് ചൂടെടുക്കുന്നതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷനെല്ലാം അവൻ എൻ്റെ അടുത്ത് തീർക്കുന്നുണ്ടായിരുന്നു. എല്ലാം കൂടി നടക്കത്തില്ല. അപ്പോൾ ഇതാണ് എൻ്റെ പട്ടാളങ്ങൾ. എൻ്റെ ഫ്രണ്ട്സ് കം കസിൻസ് പോലെയാണ് എല്ലാവരും. 2 പേരും കൂടിയുണ്ട്, നമ്മുടെ രാഗശ്രീ ആൻഡ് പിന്നെ സൂര്യ. സുസ്മിത എന്ന് തന്നെയാണ് എൻ്റെ പേര്, തന്നെയാണ് അവൾക്കും, പക്ഷേ അവളെ വിളിക്കുന്നത് സൂര്യ എന്നാണ്. അപ്പോൾ കുറേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.